താതഗേഹത്തിൽ ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും ചെന്ന് ശ്രീരാമൻ കൈകേയി ദേവിയോട് ദുഃഖം കളയാനും പ്രസന്നഭാവത്തോടെ പോവാനായി പുറപ്പെട്ടു. സൗമുഖ്യത്തോടെ വേണ്ടതെന്താണ് എന്നുവച്ചാൽ ആജ്ഞാപിക്കാൻ താതനോട് ശ്രീരാമൻ പറയുന്നു. ഇഷ്ടവാക്യം കേട്ട് കൈകേയി ദേവി ശ്രീരാമനും സീതാദേവിക്കും ലക്ഷ്മണനും മരവൂരി വെവ്വേറെ നൽകുന്നു. സീതാദേവി മരവൂരിയും പിടിച്ച് ശ്രീരാമനെ നോക്കി നിന്നപ്പോൾ വൽക്കലം ദിവ്യവസ്ത്രങ്ങളുടെ മീതെ ചുറ്റുകയും ചെയ്തു. തപോധനനായ വസിഷ്ഠന് പോലും കൈകേയി ദേവിയുടെ നേർക്കു കഠിനമായ കോപം തോന്നുന്നു. അവിടെ കൂടിയവർ ദുഃഖത്താൽ കരയുന്നതു കേട്ടു വസിഷ്ഠ മഹാമുനി കൈകേയി ദേവിയോട് ശ്രീരാമൻ വനത്തിനു പോകുമ്പോൾ വൽക്കലം സീതാദേവിക്കും കൊടുക്കാൻ തോന്നിയത് എന്തുകൊണ്ട് എന്നു ചോദിക്കുന്നു. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലുമമ്മേ മനസ്സിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. കഥമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങളുപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കി നാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലാദേവതാവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു. സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം
കഠോരശീലേ കലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീദേവിക്കു വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം. ഭക്തപതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടു കൂടെ പ്രയാണം ചെയ്കിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകെന്നേ വരൂ.